16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുകയാണ്. സഭയിൽ അടിയന്തര പ്രമേയം ആദ്യം അവതരിപ്പിച്ചത് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ്. കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. നിലവിലെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശനെ സഭയിൽ പൂട്ടണമെന്ന് കരുതിയാണ് മുൻ ധനമന്ത്രി ബാലഗോപാൽ രംഗത്ത് വന്നത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ബാലഗോപാൽ ആവശ്യപ്പെട്ടത്. ഇതിനു മുമ്പത്തെ UDF സർക്കാർ ഇന്ധനവിലയിൽ നിന്ന് അധിക നികുതി ഒഴിവാക്കി ജനങ്ങളുടെ ഭാരം കുറച്ചുവെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അധിക വരുമാനം ഉണ്ടാക്കുമ്പോൾ ചെറിയ ശതമാനം കുറയ്ക്കണമെന്നാണ് UDF തീരുമാനം. ഇടത് സർക്കാരിന്റെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനോട് ഇതേ രീതിയിൽ നികുതി കുറയ്ക്കണമെന്ന് UDF ആവശ്യപ്പെട്ടപ്പോൾ മണ്ടത്തരം കാണിക്കാൻ തയ്യാറല്ലെന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. അധിക നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമെടുത്ത് മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കണമെന്ന് കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടതിനെ കണക്കിന് വിമർശിക്കുന്നുണ്ട് സതീശൻ. അപ്പോൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടം എങ്ങനെ UDF സർക്കാർ വീട്ടുമെന്നാണ് ചിന്തയെന്ന് സതീശൻ തിരിച്ചു ചോദിച്ചു. ആദ്യ സമ്മേളന ദിനത്തിൽ തന്നെ ബാലഗോപാലിനെ വലിച്ചു കീറുകയാണ് സതീശൻ ചെയ്തത്. ആ വീഡിയോ കാണാം. സെലക്ട് ചെയ്തിട്ട് പാചകവാതകം, ഞാൻ വീട്ടിൽ പാചകവാതകത്തിൻ്റെ കാര്യം പറഞ്ഞു സാർ. പാചകവാതകം കിട്ടാനില്ല. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റി മാത്രമേ കൊടുത്തു. അടുത്ത കുറ്റി കിട്ടുമെന്ന് ഉറപ്പില്ല. വാണിജ്യ സിലിണ്ടർ ചെയ്താൽ. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിൻ്റെ കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം. പാചകവാതകത്തിന് ആ സബ്സിഡി കൊടുക്കണം സാർ. ഈ തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് പറയാം. ഇപ്പോൾ ഞങ്ങൾ തൊട്ട് മുമ്പ് വരെ അപ്പുറത്തിരുന്നാണ്. അപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്, ഇപ്പുറത്ത് വന്നപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം സാർ. അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണ് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അതെ അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങൾ അഭിപ്രായം മാറിയോ? ഇല്ല, അഭിപ്രായം മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. 2 തവണ 2018-ലും 2022-ലും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് സാർ. എന്ന് മാത്രമല്ല ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ടാക്സിന്റെ പെർസെന്റേജ് ഡിവിസിബിൾ പൂളിൽ തന്നിരുന്നത് 1.92% ആണ് സാർ. കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 1.92% ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തതും പുറത്ത് നടത്തിയ സമരവും ഡൽഹി നടത്തിയ സമരവും എല്ലാം നടത്തി. ആ സമരത്തിനൊക്കെ ഒരു പിന്തുണയും അന്നത്തെ പ്രതിപക്ഷം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നില്ല സാർ. അതൊക്കെ തരാതിരുന്നതാണ്. അങ്ങനെ തരാതിരുന്ന ആളുകൾ ഞങ്ങൾ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിന് മുന്നിൽ കണക്കുകൾ കൊടുത്ത് സാർ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെൻറ്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികം ഉണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് സാർ. ആ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതൊന്നും തീരുമാനമായിട്ട് പറയാം. അത് അങ്ങേയറ്റം തെറ്റായ ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം കുറഞ്ഞിട്ട് 25 പൈസ ഉള്ളായിരുന്നു സാർ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്. 25 പൈസ ഉള്ളായിരുന്നു പെട്രോളിന്, 1 ലിറ്റർ പെട്രോളിന്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വില കയറിക്കൊണ്ടേ ഇരിക്കല്ലേ. 25 പൈസ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ 113 രൂപയാകുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റുകൾ ഇങ്ങനെ ഇതിനൊരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ സാർ? ഒരു കാര്യം കൂടി സന്തോഷത്തോടെ പറയാം. ഞങ്ങൾക്ക് തുടർച്ച എന്ന നിലയിൽ സംസ്ഥാനത്തിന് താല്പര്യമാണ്. അതുകൊണ്ട് സാർ ടാക്സിന്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ ഡിവിസിബിൾ പൂളിലെ വരുമാനം മാത്രമല്ല സാർ, ടാക്സിന്റെ കാര്യത്തിൽ GSTയുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ വരുമാനം ഓരോ മാസവും ഇന്ത്യൻ ആവറേജിനേക്കാളും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ അതിന്റെ വരുമാനം കൂടിയുണ്ട്. കേരളത്തിൽ വിലവർദ്ധന കാരണം ഉണ്ടാകുന്ന ടാക്സുകൾ വരും. അപ്പോൾ വരുമാനമുണ്ട്. ഇതിൽ ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി ആദ്യത്തെ അടിയന്തര പ്രമേയത്തിൽ തന്നെ കുഴപ്പത്തിലാക്കി പറയാനല്ല. പക്ഷെ സാധാരണ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാനം വിട്ടുപോയ തൊഴിലാളികൾ തിരിച്ചു വരുന്നില്ല. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല സാർ. തൊഴിലാളികൾ വന്നാലേ സാർ കോട്ടയത്തായാലും ഇവിടെ ആയാലും ആൾക്ക് ജോലി ചെയ്യാൻ പറ്റും സാർ. തൊഴിലാളിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാർ. ഈ തരത്തിൽ പാചകവാതകം കിട്ടാതെ ഉൾപ്പെടെയുള്ള റോഡ് പണി നടക്കാതെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിലാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ പറയേണ്ടി വരും, സംസ്ഥാനം ചെയ്യേണ്ട കാര്യവും പറയേണ്ടി വരും. അത് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സാർ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അത് ചർച്ച ചെയ്യണമെന്നാണ്, അല്ലാതെ വേറൊരു കാര്യമില്ല അതിനകത്ത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് പറയുന്നത് വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി.ഡി. സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി സാർ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതുവരെയുള്ള വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് പ്രാവശ്യം നികുതി വർധനവുണ്ടായപ്പോൾ ഇത് കുറയ്ക്കണം. ഇതിനകത്ത് ഒരു ഭാഗം നിയമസഭയുടെ റെക്കോർഡുണ്ട്. ഒരു ഭാഗം നികുതി മുഴുവൻ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെൻറ്റിന് ഒഴിവാക്കാൻ പറ്റില്ല. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം
ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങളത് പറയാൻ കാരണം അതിന് മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിലൂടെ പെട്രോളിൽ നിന്നും 375.75 കോടി രൂപയും ഡീസലിൽ നിന്നും 243.42 കോടി രൂപയും അന്നത്തെ സർക്കാർ 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് 2016 മുതൽ 2025 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോളിന്റെ വില വർധനവിന്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി ഈ റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പോൾ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പോൾ ഉപദേശിച്ചത്? അതാണ് എൻ്റെ ചോദ്യം. പിന്നീട് ഇവിടെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വില വർധനവുണ്ടായ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കട ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടണ്ടേ? ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറയുന്നത് കേരള ഇക്കോണമിയുടെ മീതെ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് റെമിറ്റൻസ് കുറയാണ്. നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. ആ റെമിറ്റൻസ് ഒരു വശത്ത് കുറയാണ്. യുദ്ധത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പേര് പറഞ്ഞ് വലിയ തോതിൽ പാചകവാതകത്തിന്റെയും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ, നാണ്യപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വീണ്ടും അത് താങ്ങേണ്ട സ്ഥിതിയാണ്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകും. LPG സിലിണ്ടറിന്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് 1000-കണക്കിന്. അതുപോലെ ഇറഗുലാരിറ്റീസ്, ഈ സിലിണ്ടർ ഇത് കരിഞ്ചന്തയിലാണ്. യഥാർത്ഥത്തിലുള്ള സിലിണ്ടർ വിതരണം കൃത്യമായി നടന്നാൽ ഒരു സിലിണ്ടർ ക്ഷാമം ഉണ്ടാവില്ല. ഇത് കരിഞ്ചന്ത